നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലവിരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമായി 3 സംസ്ഥാനങ്ങളിൽ 21 ഇടങ്ങളിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. കള്ളപ്പണം വെളുപ്പിക്കലും അനധികൃത സ്വത്ത് സമ്പാദനവും കണ്ടെത്തലാണ് ലക്ഷ്യം. SIT അന്വേഷണത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന സർക്കാർ പക്ഷേ EDയെ സംശയത്തോടെയാണ് കാണുന്നത്. ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഏജൻസി എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ EDയെ പരിഹസിച്ചു. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ ശ്രീ SK സജീഷ് CPM, ശ്രീ PR ശിവശങ്കർ BJP, ശ്രീ TK രാജഗോപാൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ശ്രീ സുഭാഷ് ബാബു മുൻ പോലീസ് സൂപ്രണ്ട് എന്നിവർ. ആദ്യം ശ്രീ സുഭാഷ് ബാബു, 21 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടന്നിട്ടുള്ളത്. അതിൽ തന്ത്രിയുടെ വസതി ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയവുമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ചുമത്തിയിട്ടുള്ള സംഭവ വികാസങ്ങളാണല്ലോ. ഈ കേസിൽ EDയുടെ സ്കോപ്പ് എന്താണ്? EDക്ക് എന്താണ് കണ്ടെത്താനുള്ളത്? അല്ല, ഇതിനകത്ത് പ്രധാനമായിട്ടും അവരിപ്പോൾ കേസെടുത്തതിൻ്റെ അടിസ്ഥാനം തന്നെ പോലീസ് എടുത്ത കേസുണ്ട്. പോലീസ് എടുത്ത കേസിന് ശേഷം അതിൻ്റെ രേഖകളും FIR മറ്റ് രേഖകളും ഒക്കെ കോടതി മുഖാന്തരം നേരിട്ട് കൊടുക്കാതിരുന്നുകൊണ്ട് കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് അവർ അത് സമ്പാദിച്ചതിന് ശേഷം അവർ ബാഹ്യമായിട്ട് സ്വന്തം നിലവിലൊരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റെയ്ഡൊക്കെ നടക്കുന്നത്. അത് നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യവസായികൾ, അതായത് ഇപ്പം പ്രധാനമായിട്ട് 2 വ്യവസായികളും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രധാനമായിട്ട് ഇതേമാതിരിയുള്ള അനധികൃതമായ കച്ചവടം ചെയ്ത് പണം രേഖാപരമല്ലാണ്ട്, അതായത് അക്കൗണ്ടന്റ് മണി അല്ലാത്ത രീതിയിൽ സ്വീകരിക്കുന്നതായിട്ടുള്ളത് വിവരം ഏകദേശം അവർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരുടെ സ്രോതസ്സിനെ സംബന്ധിച്ചിട്ടും അവരതെങ്ങനെയാണ് വിനിയോഗിച്ചതുള്ളതെന്നും അത് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലും ആണ് അവർ പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പോലീസിൻ്റെ രേഖകളിലുള്ള ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയുണ്ടോ പ്രതികളായിട്ടുള്ള അതിലുള്ള ആളുകളുടെ കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ അന്വേഷിക്കും. കാരണം പണം ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന്, ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളുടെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനധികൃതമായിട്ട് പെട്ടെന്ന് ഈ കാലയളവിൽ ഏതെങ്കിലും രീതിയിലുള്ള പണം വരികയോ പോകുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധിച്ചതിന് ശേഷം അതിൽ ഇതിൽ നിന്നാണ് ഈ പണം വന്നത്, അത് ഇതിൽ നിന്നാണോ പണം വന്നത് ആണെങ്കിൽ അതെന്താ ചെയ്ത്, അത് പ്രാദേശികമായിട്ടാണോ അതോ ദേശീയ തലത്തിലാണോ അതോ വൈദേശിക തലത്തിൽ ഇതിനുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ED ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ റെയ്ഡ് നടക്കുന്നത് അവർ പെട്ടെന്ന് കേസിൽ മുന്നോട്ട് വരികയും വരുന്നു കഴിഞ്ഞ് ആകസ്മികമായിട്ട് മുന്നറിയിപ്പ് കൂടാതെ പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലും അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ വിവരം കിട്ടിയ അത്രയും വ്യക്തികളുടെ അധീനതയിലോ അല്ലെ കൈകാര്യത്തിലുള്ള സ്ഥലങ്ങളിൽ ഒന്നായിട്ടൊരു റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡ് നടത്തുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ രേഖകളൊക്കെ കിട്ടാനുള്ള സാധ്യത, അങ്ങനെയാണല്ലോ പോലീസ് അന്വേഷണം EDയുടെ ഏതിൻ്റെ അന്വേഷണമായാലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ രേഖകളിൽ നിന്ന് ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ അവരുടെ അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുക, ആ എല്ലാവരുടെ അക്കൗണ്ടുകളും പരിശോധിച്ച് അത് താരതമ്യം ചെയ്യുക. താരതമ്യം ചെയ്യുമ്പോൾ മാത്രമേ ഇതിനകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അനധികൃതമായ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ പണമിടപാട് നടന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോയി അറസ്റ്റും അതിന് ശേഷമുള്ള നടപടികളുണ്ടാകും. ഇതിൻ്റെ അനിവാര്യത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നു, അതിനെ സംബന്ധിച്ച് അതിന് വ്യാപകമായിട്ടുള്ള വിശ്വാസവും പ്രചാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈ ചുരുങ്ങിയ കിലോ സ്വർണത്തിന് വേണ്ടി നടത്തപ്പെട്ടതാണെന്ന് മിക്കവാറും ആരും വിശ്വസിക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ടും എന്താണെന്ന് പറഞ്ഞാൽ ഇത് പുരാവസ്തു അല്ലെങ്കിൽ ദൈവിക വസ്തു എന്നുള്ള രീതിയിൽ വിദേശത്തേക്ക് കടത്തി വലിയ ഭീമമായ സംഖ്യ അനധികൃതമായിട്ട് സമ്പാദിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഈ വിവരം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വസനീയമാണോ അല്ലോ എന്നും, ആ വിശ്വസനീയമായിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള പണമിടപാടുകൾ എങ്ങനെ നടത്തി, ആര് നടത്തി, എവിടെ നിന്നൊക്കെ നടത്തി, അത് എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി, എവിടെയൊക്കെ അത് പമ്പ് ചെയ്ത് അല്ലെങ്കിൽ എവിടെയൊക്കെ അത് സ്റ്റോർ ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തിൽ പ്രധാനമായിട്ടും അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികം എന്നതിനപ്പുറത്തേക്ക് ഇതിന് അസ്വാഭാവികതയൊന്നും കാണേണ്ട കാര്യമില്ല. ഇതിനോടൊപ്പം തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ അനുബന്ധമായിട്ട് ഈ പറയുന്ന വ്യക്തികളുടെ ഇതുമായിട്ട് ബന്ധപ്പെടാതെ മറ്റ് അൺഅക്കൗണ്ടഡ് സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യാത്ത ഏതെങ്കിലും ധനസമാഗമ മാർഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെപ്പോസിറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഇതിൻ്റെ കൂടെ അന്വേഷണത്തിൽ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തെ സംബന്ധിച്ചുള്ള അങ്ങനെ സമ്പാദ്യമുള്ള ആളുകൾ വ്യാകുലത ഉണ്ടാവും. അവർ മറ്റാളുകൾക്കൊക്കെ ട്രാൻസാക്ട് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് വേറെ ആർക്കും കൊടുത്തിട്ടുണ്ട്, അവരും ഈ അന്വേഷണ പരിധി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, സാധാരണ നമ്മൾ ഇതിൻ്റെ ഒരു വെബ് വളരെ കുറപ്പം വിശാലമായി വരും. അത് പലരിലേക്കും പല സാഹചര്യത്തിലും ഇത് വേണമെന്ന് മാത്രമല്ല പല സാഹചര്യത്തിലും അന്വേഷണം പോകും എന്നുള്ളതാണ് ഇതിനകത്തിലുള്ള പ്രത്യേകത. അത്
നമുക്ക് താൽക്കാലികമായിട്ട് നമുക്ക് അതിനെപ്പറ്റി പരാതി പറയാൻ പറ്റില്ല. പക്ഷെ കാത്തിരുന്ന് അതിന്റെ സംഭവവികാസങ്ങളെ നോക്കി മാത്രമേ ഒരു അഭിപ്രായം പറയാൻ പറ്റൂ. കറക്റ്റ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ SK സജീഷ്, സാധാരണ നിലയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന സാധ്യതയുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും EDക്ക് ആ FIR ആവശ്യപ്പെടാം, ECIR രജിസ്റ്റർ ചെയ്യാം, കേസെടുക്കാം, അന്വേഷിക്കാം. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പല കേസുകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ശബരിമല കേസിൽ ED വരുന്നതിന് സവിശേഷത എന്തെങ്കിലും ഉണ്ടോ? ED വരുന്നത് അത്ര ശരിയായ നടപടിയല്ല എന്നും ED ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഏജൻസി അല്ല എന്നും ഒക്കെ മന്ത്രി VN വാസവൻ പറയാൻ എന്താണ് കാര്യം? ചെറിയൊരു ടെൻഷൻ ഉണ്ടോ? അല്ല, ED നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും ED പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് പല കാര്യങ്ങളിൽ നിന്നും സുപ്രീം കോടതിക്ക് പോലും പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ED എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു സുതാര്യതയുള്ള അന്വേഷണ ഏജൻസിക്ക് പകരം കേന്ദ്ര ഗവൺമെൻറ് ഒരു വേട്ടപ്പട്ടികളെ പോലെയാണ് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലേക്കെല്ലാം ഓടിയെത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ED ഇപ്പോൾ കേരളത്തിൽ തന്നെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം EDയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം തട്ടിയതുമായി ബന്ധപ്പെട്ട കേസും രേഖകളും പിടിച്ച പണം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ED അതും ശ്രദ്ധിക്കുന്ന രീതിയെ കണ്ടിട്ടില്ല. കാരണം അതിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനകത്ത് പ്രതികളായി വരുന്നത് എന്നതുകൊണ്ടാണ്. പക്ഷേ അത്തരം രീതി സ്വീകരിക്കുമ്പോൾ ED എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിക്ക് ഒരു വിശ്വാസ്യതയും നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ രംഗം കൈകാര്യം ചെയ്യുന്ന ആരും കാണുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് കേന്ദ്രീകരിച്ച ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ED അന്വേഷണവും ആ ED അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ED തന്നെ പുറത്താക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇയാൾ അന്വേഷണം നടത്തിയ സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മയില്ലേ? അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പുറത്തേക്ക് വിടുകയും അത് ചർച്ചയാക്കുകയും രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേദിയാക്കുകയും മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് സ്വപ്ന സുരേഷിനോട് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അയാൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മൊഴിയായി വരുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഈന്തപ്പഴത്തിൻ്റെ കുരുവിനകത്ത് സ്വർണം കടത്തിയെന്ന ആക്ഷേപവും KT ജലീലിനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പോയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പുറത്താകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വർണം ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച കേസിൽ രാഷ്ട്രീയ ബന്ധമുള്ളവരും അല്ലാത്തവരും തന്ത്രിയും അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ശബരിമലയെ ഹൈക്കോടതിയുടെ വാക്കുകൾ തന്നെ എടുത്താൽ ശബരിമലയെ സംരക്ഷിക്കാനും ശബരിമലയെ നോക്കാനും നിയോഗിച്ചിട്ടുള്ള എല്ലാ ആളുകളും, അതിൽ തന്ത്രിയുണ്ട്, അതിൽ ദേവസ്വം ബോർഡുണ്ട്, അതിൽ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ 3 കൂട്ടരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ED ഇതിന്റെ മണി ട്രയൽ പരിശോധിക്കുന്നതിൽ പഴയ പഴത്തിന്റെ കുരുവിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ? അങ്ങനെ ഇപ്പോൾ പ്രെജുഡിസ്ഡ് ആയിട്ട് ഇപ്പോൾ അന്വേഷണത്തെ കാണേണ്ട കാര്യമുണ്ട്. എന്തെങ്കിലും വന്നാൽ അപ്പോൾ ആലോചിച്ചാൽ പോരെ? അല്ല, ചർച്ച ഇപ്പോൾ നടക്കുന്നതുകൊണ്ടാണ് കുഴപ്പം. ശ്രീ അഭിലാഷ്, നമ്മൾ ഈ സിനിമയുടെ ഇടവേള വരെ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ നടത്തുന്ന പോലെയാണ് ED അന്വേഷണം. ED അന്വേഷണം നടത്തിയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ED അന്വേഷണം നടത്തി ഒന്നും സംഭവിപ്പിക്കാനോ ഒന്നുമല്ല EDയുടെ ലക്ഷ്യം. ED രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി എന്തെങ്കിലും രീതി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിമർശിക്കുന്നുള്ളൂ. ശരിയായ നിലയിൽ അന്വേഷിച്ചു പോകുന്നതിന് ആർക്കാണെതിര്? ഇന്ത്യയുടെ സുപ്രീം കോടതി പോലും EDയുടെ കാര്യങ്ങളിൽ ഇപ്പോൾ EDയുടെ റൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? താങ്കൾ പറഞ്ഞല്ലോ, വിവിധ ആളുകൾ അവരുടെ സ്വത്ത് അന്വേഷണം ഒക്കെ നടക്കട്ടെ, അതിനെന്തപ്പോൾ കുഴപ്പം? പക്ഷേ അതിനകത്ത് താങ്കൾ പറഞ്ഞ തന്ത്രിയില്ല, തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡില്ല. അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. തന്ത്രി ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും റെയ്ഡ് ചെയ്യുന്നു. എല്ലാ സ്ഥലത്തും റെയ്ഡ് ചെയ്യണ്ടേ? തന്ത്രി ഇപ്പോൾ 2 കേസിലും പ്രതിയായി നിൽക്കുകയല്ലേ, ജയിലിൽ കിടക്കുകയല്ലേ. അപ്പോൾ എന്താണ്, EDക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യമായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് ആദ്യമേ പറഞ്ഞു വെക്കേണ്ടി വരുന്നത് ഇതിൻ്റെ അവസാന ഘട്ടം ആവുമ്പോഴേക്ക് ഇതെല്ലാം പൊളിഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി വന്നാൽ അതെല്ലാം പൊളിഞ്ഞ് മാറുമെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ അതിനിടയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയും. ആ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, അല്ലാതെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. SIT കൃത്യമായി അന്വേഷണം നടത്തുന്നു. അതിൽ ഹൈക്കോടതി തന്നെ നിരവധി തവണ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംതൃപ്തിയും രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് തന്ത്രി ഉൾപ്പെടെ വന്നിരിക്കുന്നു. നമുക്കറിയാം, ചിതലരിച്ച കൊടിമരവും വാജിവാഹനവും അതുപോലെ തന്നെ
അഷ്ടദിക്പാലക വിഗ്രഹങ്ങളുമെല്ലാം ഇതിൻ്റെ പരിധിയിലേക്ക് വരുന്നു. ആ പരിധിയിലേക്ക് വരുമ്പോഴെല്ലാം യഥാർത്ഥത്തിൽ ഇതിലെ വലിയ മീനുകളിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഇഡിക്ക് എന്താണോ ചെയ്യാനുള്ളത് അവരെന്ത് ചെയ്യുമെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് അതെ, ഇടവേളയിൽ നമ്മൾ റിവ്യൂ തയ്യാറാക്കണമെന്ന് തോന്നുന്നില്ല. ശരി, ഓക്കെ. ശ്രീ ശിവശങ്കർ, ഇപ്പൊ ഇഡി എപ്പോഴും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ആരോപണം ഏറ്റുവാങ്ങുന്ന ഏജൻസിയാണ്. ഇ ഡിയെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നത് മുതൽ എക്സ്റ്റോർഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് വരെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ആക്ഷേപിക്കാറുണ്ടെന്ന് മാത്രമല്ല, ഇ ഡിയുടെ പല നടപടികളും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ തടയുന്ന സാഹചര്യം പോലും ഉണ്ടാകാറുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ. BJP ഇതര ഭരണകൂടങ്ങളെ സംബന്ധിച്ച് ഇ ഡിയെ അവർ ഒരു രാഷ്ട്രീയ ശത്രുവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ശബരിമല കേസിൽ ഇ ഡി വരുന്നത് ഈ മണി ആംഗിള് ഒന്ന് കണ്ടുപിടിക്കാനാണോ, അതല്ല ഇപ്പോൾ ഭരിക്കുന്ന ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ ഒന്ന് പ്രഷറൈസ് ചെയ്യാനാണോ? അഭിലാഷ്, ഞാനിത് ആദ്യം തൊട്ട് തുടങ്ങാം. ഒന്ന്, ഈ ചർച്ചയിലുടനീളം ഇ ഡിയെ ഞാൻ അതിൻ്റെ ഒരു അഡ്വക്കേറ്റ് ഒന്നുമല്ല. പക്ഷേ എങ്കിലും തെറ്റായ ചില ധാരണകൾ ഇതിൻ്റെ ഈ ചാനലിൻ്റെ ഈ ഡിബേറ്റിൻ്റെ കാണികൾ കിട്ടുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രണ്ട് ക്ലിയറൻസ് വരുന്നത്. ഒന്ന്, ഇ ഡി ഇവിടെ അന്വേഷിക്കുന്നത് എന്തിനാണ്? രണ്ട്, ഇ ഡി എന്തുകൊണ്ട് തന്ത്രിയുടെ വീട്ടിൽ മാത്രം റെയ്ഡ് നടത്തിയില്ല? പിന്നെ സജീഷ് പറഞ്ഞ 3 ആരോപണങ്ങൾ, ഇതിന് 3-ന് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. ഒന്ന്, ഇ ഡി എന്തുകൊണ്ടാണ് ഇവിടെ തന്ത്രിയുടെ വീട്ടിൽ ഇതുവരെ റെയ്ഡ് നടത്താത്തത് എന്ന ആരോപണമാണെങ്കിൽ ശങ്കർദാസിൻ്റെ വീട്ടിലും നടത്തിയിട്ടില്ല. ഇവിടെ ഈ റെയ്ഡ് നടക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റൊരു വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശങ്കർദാസിൻ്റെ വീടും. അത് കാരണം അവസാനം അറസ്റ്റ് ചെയ്ത 2 പേരെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇനി നടക്കുകയും ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ഇ ഡി എന്നുള്ള ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലതവണ സംസ്ഥാനത്തെ ഹൈക്കോടതി, ഏറ്റവും നീതിന്യായ കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട്, ഇതിൽ വലിയ മണി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, ഇത് വെറും കൊള്ളയല്ല, വെറും സ്വർണം, ഒരു 10-50 കിലോ സ്വർണത്തിൻ്റെ പ്രശ്നമല്ല, ഇതിൽ വലിയ അന്താരാഷ്ട്ര ബന്ധമുണ്ട്, ഇതിന് ഐതിഹ്യപരമായ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പുരാതന വസ്തു എന്ന രീതിയിൽ വിറ്റതിൻ്റെ വലിയ പണത്തിൻ്റെ ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും PMLA കേസ് ഇതിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇ ഡി അന്വേഷണം മാത്രമാണ് ഉത്തമം. അത് പോലീസിന് നേരത്തെ പറഞ്ഞ പോലെ യാതൊരു ഉപകരണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയമപരമായി അത്തരം വശങ്ങളെ ചർച്ച ചെയ്യുവാനുള്ള അല്ലെങ്കിൽ ഡിബേറ്റ് ഒരു അന്വേഷണം നടത്താനുള്ള അവകാശമില്ലാത്ത പോലീസിന്, SITക്ക് അത് പറ്റില്ല എന്ന വിശ്വാസവും എനിക്കുണ്ട്. രണ്ട്, ഇവിടെ സജീഷിന് ഇ ഡിയെക്കുറിച്ചൊക്കെ നമുക്ക് കുറ്റം പറയാം. പക്ഷെ പറയുമ്പോൾ മിനിമം അത് കേൾക്കുന്നവർക്ക് വിശ്വാസ്യമായ ഒരു കാര്യമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്പോക്സ് പേഴ്സൺ അത് പറയണ്ടേ. അദ്ദേഹം ഇവിടെ പറഞ്ഞത് നോക്കൂ, ഒരു വ്യക്തി കഴിഞ്ഞ തവണ ഇവിടെ ഒരു സ്വർണ്ണക്കൊള്ള കേസ് നടന്നപ്പോൾ BJPക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഭരണകക്ഷിക്കോ കേന്ദ്രത്തിനോ അനുകൂലമായ രീതിയിൽ സ്വപ്ന സുരേഷിനെ കൊണ്ട് ചില പ്രസ്താവനകൾ ഇറക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞത് പറയിപ്പിക്കുന്നു, സ്വപ്ന സുരേഷിന് എഴുതി കൊടുക്കുന്നു. എന്നിട്ട് അതിനെ കേന്ദ്ര സർക്കാർ തന്നെ അയാളെ പുറത്താക്കുന്നു. സത്യത്തിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി അദ്ദേഹം സ്വപ്ന സുരേഷിനെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രമോഷൻ കൊടുക്കുകയും അദ്ദേഹത്തെ നിലനിർത്തുകയല്ലേ വേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ അത് ഉന്നയിക്കുന്ന ആൾക്ക് പോലും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെയുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇ ഡിയുടെ കാര്യത്തിൽ ഇതുവരെ $2.7 ബില്യൺ അല്ലെങ്കിൽ 23,000 കോടി രൂപയാണ് ഇ ഡി ഇതുവരെ പിടിച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1.4 lakh ബില്യൺ ക്രോസിൻ്റെ അസറ്റ് വരെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇ ഡിയുടെ അന്വേഷണം ഒരു ചെറിയ കാര്യമല്ല, അതിന് മുഴുവൻ അതിനെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ബംഗാളിലെല്ലാം ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് മമത ഓടി വന്നൊരു ഫയലും എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് വെച്ചാൽ ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നിടത്ത് ഇത്തരം മുഖ്യമന്ത്രിമാർക്ക് ഒളിച്ചു വെക്കാൻ പലതുമുണ്ട് എന്നത് കൂടിയിട്ടാണ് കാര്യം. രണ്ട്, ഞാൻ ഇത് വെറും ആരോപണം മാത്രമാണ്. എൻ്റെ ആരോപണം ഇവിടെ കഴിഞ്ഞ ഒരൊറ്റ മിനിറ്റ് കൂടി ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഒരു ഹൈക്കോടതി 3 തവണ പറഞ്ഞിട്ടുണ്ട് SIT അന്വേഷണം ഇഴഞ്ഞാണ് നീങ്ങുന്നത്, അന്വേഷണത്തിന് വേഗത പോരാ എന്ന് ഹൈക്കോടതി തന്നെ 3 തവണ പറഞ്ഞതാണ്. ഹൈക്കോടതിയുടെ ഈ അന്വേഷണം ഓവർസീ ചെയ്യുന്ന ദേവസ്വം ബെഞ്ചല്ല, ജാമ്യ ഹർജി പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചാണ്.
അല്ല ഏതായാലും ഹൈക്കോടതിക്കോ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മേൽ പൂർണ്ണമായ വിശ്വാസമില്ല. അത് പല കാരണം കൊണ്ടായിരിക്കാം കേട്ടോ. ഞാൻ അവിടെ വേണ്ടത്ര സൗകര്യമില്ല, അത് വളരെ പഴകിയൊരു കെട്ടിടത്തിൽ ഒരു മുറിയിലാണ് 10 പേരിട്ടിരുന്ന് അന്വേഷണം നടത്തുന്നത്, അവർക്ക് വേണ്ടത്ര വാഹന സൗകര്യങ്ങളൊന്നും ഈ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണം എല്ലാം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിന് വേഗത പോരാ, അല്ലെങ്കിൽ അന്വേഷണത്തിന് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. 2, ഇത്തരം അന്വേഷണങ്ങൾ മാത്രം പോരാ, CBI അന്വേഷണം വേണം. കാരണം ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട്, അന്താരാഷ്ട്ര ലോബിയുണ്ട് എന്ന് പറയുന്നത് ഹൈക്കോടതി തന്നെയാണ്. അപ്പോൾ ഈ പോലീസിനെ കൊണ്ട് അത്തരം അന്വേഷണം, സംസ്ഥാനത്തെ SIT കുറിച്ചുണ്ട്, അത്തരം അന്വേഷണം പറ്റില്ല, അതുകൊണ്ട് CBI അന്വേഷണം വേണ്ടി വരും. ഞങ്ങൾ അതിന് പരാതി പോയിട്ടുണ്ട്. ഇത് മാത്രമല്ല 20 വർഷത്തെ ഈ അന്വേഷണങ്ങൾക്കൊക്കെ ഒരു CAG ഓഡിറ്റിനോട് വേണ്ടി വരും. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണമായ ഓഡിറ്റിംഗ് നടത്താനുള്ള അധികാരവുമില്ല, അതിനുള്ള ടെക്നിക്കൽ നോളജ് ഇല്ല, ഫിനാൻഷ്യൽ ടെക്നോളജിക്കൽ നോളജ് ഇല്ല എന്നുള്ളത് കൊണ്ട് CAG ഓഡിറ്റിംഗ് കൊണ്ട് വേണ്ടിവരും. ഇതാണ് ഒരു സംസ്ഥാന സർക്കാർ ഈ അന്വേഷണത്തെ കൃത്യമായി സമീപിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത്. ടി കെ രാജഗോപാൽ, ഇന്നലെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. 2 പതിറ്റാണ്ട് കാലത്തെ ആസൂത്രിതമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൊള്ളയാണ് നടന്നത്. അല്ലാതെ കൊള്ളയുടെ ഒരു രംഗം അവിടെ അരങ്ങേറി എന്നുള്ളതല്ല എന്നുള്ളത് വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ശബരിമലയിൽ കൊണ്ടുവച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോയതല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് ബോധ്യമാവുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ നേരത്തെ തന്നെ നമ്മളൊക്കെ വിലയിരുത്തിയതുപോലെ അവിടുത്തെ സ്വർണം വിറ്റ് സ്വർണത്തിൻ്റെ പണം ഉണ്ടാക്കുക എന്ന കാര്യമല്ല നടന്നിട്ടുള്ളത്. എൻറ്റയർ ആയിട്ട് തന്നെ അത് എവിടേക്കോ കടത്തിയിട്ടുണ്ട്, ആ തൊണ്ടി ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. അപ്പോൾ ED വരുന്നത് തീർച്ചയായിട്ടും മണി ലോണ്ടറിങ് അന്വേഷിക്കാനാണ്. ചെറിയ ലക്ഷങ്ങളുടെ കളവല്ല, ശതകോടികളുടെ കളവാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും EDക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പലതും ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും അഭിലാഷേ, അതുകൊണ്ടാണല്ലോ അവർ PMLA ആക്ട് പ്രകാരമുള്ള കേസല്ലേ അവർ എടുക്കത്തുള്ളൂ. അവർ SIT അന്വേഷണത്തെ ഒന്നും അവർ തടസ്സപ്പെടുത്തത്തില്ല. SITക്ക് അവരുടെ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാം. ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് അത് ഇന്നലത്തെ ഉത്തരവിൻ്റെ 17ാമത്തെ അവസാനത്തെ ഖണ്ഡികയിൽ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ തൃപ്തികരമാണ്. ഞങ്ങൾക്ക് കേസിൻ്റെ മോണിറ്ററിങ്ങിൽ ഞങ്ങൾ വഹിക്കുന്നുണ്ട്. SITയുടെ അന്വേഷണം വളരെ പഴുതടച്ച അന്വേഷണമാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് വേറെ വിഷയം. ഇവിടെ ED അന്വേഷിക്കുന്ന അതല്ല. ED അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാളികൾ മുമ്പേ അഭിലാഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ VSSCയുടെ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ 98-ൽ വിജയ് മല്യ കൊടുത്ത സ്വർണമോ ആ പാളികളോ അല്ല, ഞങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നവർ പറയുകയാണ്. അതിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ചും അവർ സംശയിക്കുന്നുണ്ട്. പാളികളുടെ ഘടനയെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ കെമിക്കൽ കോമ്പസിഷൻ എന്നൊരു വാക്കിൽ കൂടെ ചേർത്താണ് അവരിതൊക്കെ പറയുന്നത്. പക്ഷേ ശാസ്ത്രീയമായ പരിശോധനകൾ കൂടുതൽ വേണ്ടിവരും. VSSCയിലെ ശാസ്ത്രജ്ഞന്മാരെ ഇത് പരിശോധിച്ച ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് ആധികാരികമായ റിപ്പോർട്ട് അവർ തേടും. കുറച്ചുകൂടെ വ്യക്തത വരും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. എന്തായാലും സ്വർണം നഷ്ടപ്പെട്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഇരിക്കുന്ന പാളികൾ ഒറിജിനൽ ആണോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. അതാണല്ലോ കോടതി ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുന്നത്. വളരെ സംശയമാണ്. ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തട്ടെ ഇത്തരം കാര്യങ്ങൾ. അപ്പോഴേ ശബരിമലയിലെ ഇത്തരം സ്വർണവും ഈ പാളികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ദേവസ്വം ബെഞ്ച് ആദ്യം സൂചിപ്പിച്ച കപൂർ മോഡൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ആ കപൂർ മോഡൽ ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇത് സ്വർണ്ണവിലയ്ക്കൊന്നും അല്ലല്ലോ പോയിരിക്കുന്നത്. പാളികൾ മുറിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എത്രയോ കോടി, ലക്ഷങ്ങൾക്കും കോടികൾക്കുമാണ് മറിഞ്ഞു പോയിട്ടുള്ളാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ED ഇതിനകത്തേക്ക് വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകളാണ് നടന്നിരിക്കുന്നതെന്നാണ് സംശയിക്കുന്നത്. ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് നടക്കുന്ന റെയ്ഡ് ഇപ്പോഴും തീർന്നിട്ടില്ല, ഇല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ കൂടുതൽ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വരുന്നത്? കാരണം അവിടെ കേന്ദ്രീകരിച്ച്, അവിടെയാണല്ലോ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ദക്ഷിണയായിട്ട്, സംഭാവനയായിട്ട്, സ്പോൺസർമാരായിട്ട് എത്ര ലക്ഷം രൂപ, ലക്ഷങ്ങളും കോടികളുടെയുമായ തുകകളാണ് അവിടെ മുടക്കിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ രേഖകളുണ്ടോ? കൃത്യമായിട്ട് അതൊക്കെ അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് ഓഫീസിലെ സ്ഥിതികളെക്കുറിച്ചൊക്കെ തന്നെ കോടതി പറഞ്ഞിരുന്നില്ലേ? ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറഞ്ഞിരുന്നല്ലോ. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യഘട്ടങ്ങളിൽ അവർക്ക് ഒരു രേഖകളും ഇവിടെ കിട്ടിയിരുന്നില്ല. കിട്ടിയപ്പോഴെന്താണ് അവർ പറഞ്ഞത്? നിങ്ങളൊരു കാര്യം ചെയ്യൂ, റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ പിടിച്ചെടുത്തിട്ടാണ് വിജയ് മല്യ കൊടുത്ത സ്വർണത്തിൻ്റെ അളവിൻ്റെ രേഖകൾ പോലും അവർക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ മാതിരി കൊള്ളയ്ക്കൊക്കെ കൂട്ടു നിന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന ഒരു കാര്യത്തിനും അവർ രേഖകളൊന്നും സൂക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ പിടിച്ചെടുക്കലിലേക്ക് SIT പോയെന്ന് ED പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ഇത് IB വാച്ച് ചെയ്യുന്നുണ്ട്. IBയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിലെ പത്തനംതിട്ട ജില്ല ശബരിമല ഇത്തരം വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ IB കൃത്യമായിട്ട് അത് വാച്ച് ചെയ്യും.
നമ്മുടെയൊക്കെ ഒരു അറിവ്, നമ്മുടെ ഒരു പഴയ നമ്മുടെ ഒരു പ്രവർത്തന പാരമ്പര്യം വെച്ചിട്ട് ഇപ്പം IB ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അവരെടുക്കും, അവർ കൃത്യമായിട്ട് അത്ര കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധയാണ്. പ്രത്യേകിച്ച് ഈ കള്ളപ്പണ ഇടപാടുകൾ. നമ്മളിപ്പോൾ നൂറനാട്ട് ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് അവിടെ വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു രാജഗോപാൽ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് കൊണ്ടുവന്നത്. കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളും കള്ളപ്പണ ഇടപാടുകൾ കാര്യമായിട്ട് നടക്കുന്നു. അതുകൊണ്ടൊരു സെൻറ്റർ പോയിന്റിലൊരു അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ പെട്ടെന്ന് ഇടപെടാൻ പറ്റുന്ന ഒരു ഏജൻസി വേണമെന്ന് കരുതുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു നൂറനാട് കുഷ്ഠരോഗ ആശുപത്രിയോട് ചേർന്ന് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ഒരു സംവിധാനമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ 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 ശ്രദ്ധയാണ്. IB കാര്യത്തിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകും. IBയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ED പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും അത് കണ്ടെത്തും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ആരോപണം വന്നത് തന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. തന്ത്രി മാത്രമല്ലല്ലോ, ഇന്നലത്തെ വന്ന വിധിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനിയും 5 പേര് വരാനുണ്ടെന്നുള്ളതാണ് അല്ലേ? 2 FIRകളായിട്ട് 5 പേരൂടെ വരാനുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്ക് പറയുന്നില്ല. കോടതി ദ്വാരപാലക ശില്പപാളിയുടെ വിഷയത്തിൽ 3 പേരും, കട്ടിളപ്പാളിയുടെ കാര്യത്തിൽ 2 പേരും, മൊത്തം 5 പേർ. അതെ, 5 പേര് വരാനുണ്ട്. ഇനി ശങ്കരദാസിൻ്റെ ചോദ്യം ചെയ്തിട്ടില്ല ഈ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം ഇത് 1ാം ഘട്ട ക്വസ്റ്റ്യനിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. EDയുടെ അന്വേഷണമാണ് നടക്കുന്നത്. 2nd സ്റ്റേജിലേക്ക് ഇവരെല്ലാം വരും. തീർച്ചയായിട്ടും വരാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഇതിൽ ആരൊക്കെ പങ്കുപറ്റി എന്നുള്ളത് കൃത്യമായിട്ട് EDക്ക് അറിയണമല്ലോ. തീർച്ചയായിട്ടും വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഇന്നലെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണല്ലോ. അതായത് ഇപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്ന പാളികൾ വ്യാജമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള, പോലീസ് അറസ്റ്റ് ചെയ്ത, നിരന്തരം ഇൻട്രോഗേഷന് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതികൾ പറയുന്നത് ഞങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് സ്വർണം പൂശി, ബാക്കി ഇന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എന്നൊക്കെയായിരുന്നു ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള മൊഴി, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അങ്ങനെയല്ല എന്ന് സംശയം കോടതി തന്നെ പ്രകടിപ്പിക്കുകയാണ്. ആ സംശയം ഒരു പടി കൂടി കടന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് എവിടെ? അത് കണ്ടെത്താതെ പോലീസിന് കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ലല്ലോ, അന്വേഷണ സംഘത്തിന് കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ കുറ്റപത്രം കൊടുക്കാത്ത കേസ് എന്ന നിലയിൽ സ്വാഭാവിക ജാമ്യം നേടി ഈ പ്രതികളെല്ലാം പുറത്തു വരികയും ചെയ്യും. അന്വേഷണ സംഘം ഇത് എവിടെ എന്ന് കണ്ടെത്താൻ ഇനിയും കഴിയാത്ത ഒരു വിഷമവൃത്തത്തിലാകുന്നത് ഈ കേസിന് തിരിച്ചടിയാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു മോഷണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ വിശ്വാസവഞ്ചന. ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന 409 എന്ന് പറയുന്നതാണ് ഇതിലേറ്റവും ഗൗരവമുള്ള വകുപ്പ്. അത് ഒരാൾ കാവൽക്കാരനോ സൂക്ഷിപ്പുകാരനോ കൈവശക്കാരനായിരിക്കുന്ന വ്യക്തി അത് അദ്ദേഹത്തിൻ്റെതോ അല്ലെ മറ്റേതെങ്കിലും ആളുകൾക്ക് മറച്ചു മാറ്റിയോ അത് ദുരുപയോഗം ചെയ്യുക, അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഗുണം പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ പാരിതോഷികമായിട്ടോ അല്ലെ അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ദ്രവ്യങ്ങളോ മറ്റു വസ്തുക്കളോ പങ്കിട്ട് വാങ്ങുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ മോഷണത്തിനേക്കാൾ കൂടുതൽ ശിക്ഷയുള്ള, അതാണല്ലോ 10 വർഷം വരെ ശിക്ഷ കൊടുക്കാമെന്ന് പറയുന്നത് ഈ കേസിന്. മോഷണ കേസിന് അതിനേക്കാൾ വളരെ കുറഞ്ഞ കേസാണ് 3 കൊല്ലം 5 കൊല്ലം വരെയൊക്കെയുള്ള ശിക്ഷയുള്ളൂ. 7 കൊല്ലം വരെയാണ് സാധാരണ കേസിൽ വരിക. ഇതിൽ അതല്ലല്ലോ, ഇതിൽ 10 കൊല്ലം വരെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവതരമായ കുറ്റമാണ്. അപ്പോൾ അത് അവിടെ ഇത് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിന്ന് ഇപ്പോൾ നേരത്തെ ഇളക്കി കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവച്ചു എന്ന് പറയുന്ന ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ ആ പാളികൾ തന്നെ ആണോ എന്നുള്ളതിൻ്റെ പരിശോധനയാണ് നമ്മൾ VSSC മുഖാന്തരം പ്രധാനമായിട്ടും നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുപോയി അതിൻ്റെ ഗേജും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ മാറ്റും ഒക്കെ നോക്കിയതിന് ശേഷം കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കോടതിയുടെ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണെന്ന് പൂർണ്ണമായിട്ട് നമുക്കറിയില്ല. അത് കെമിക്കൽ ടെക്നിക്കൽ മെയിനും അതുപോലെ മെറ്റലർജിക്ക് ആയിട്ടുള്ള ചില വേർഡ്സൊക്കെയാണ്. അത് നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രജ്ഞരെ വിശദമായി ചോദ്യം ചെയ്ത് അതിനകത്ത് സ്പഷ്ടത വരുത്തണമെന്ന് പറയുന്നത്. കോടതിക്ക് പോലും അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിലായിട്ട് എടുത്ത് അതിനകത്ത് സ്പഷ്ടത വന്നാൽ മാത്രമേ നമ്മളെപ്പോലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കോടതിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് കോടതി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. എന്തായാലും ശരി, എടുത്ത് കൊണ്ടുപോയ ആ ചെമ്പുപാളികളുടെ ഗേജ് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏകദേശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം അത് അങ്ങനെ തന്നെ കൊണ്ടുവെക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എടുത്തുകൊണ്ട് പോകണ്ടല്ലോ. എടുത്ത് അവിടെ തന്നെ അതിനുള്ളിൽ വെച്ച് തന്നെ സ്വർണ്ണം പൂശി വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അതല്ല, അത് ഇതിലെന്തായാലും കൃത്രിമത്വം നടന്നുകൊണ്ടോ എന്തായാലും ശരി 6 കിലോ 5 കിലോ സ്വർണ്ണം ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഇത് ചെയ്യില്ല എന്നുള്ളത് ആദ്യം മുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശരി, ഇതിന് മറ്റു രീതിയിലുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വ്യാപാരം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുവരെ ലഭ്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ
നമുക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതെന്തായാലും ശരി, ബാഹ്യമായ ഇടപെടലുകളും അതിന് വിപണനവും മൂല്യം അനുസരിച്ചുള്ള വിപണനം നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തായാലും ശരി, അതിൽ നിന്ന് എടുത്തുകൊണ്ടുപോയത് ചെമ്പ് പാളികൾ, സ്വർണം ക്ലാഡ് ചെയ്ത സെൻറ്റ് പാളികളല്ല ഇത് കൊണ്ടുവച്ചതെന്ന് ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു വാക്ക് വളരെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായിട്ട് നമുക്ക് ആ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇതിനകത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാറ്റപ്പെട്ടു എന്നാണ്. അത് വ്യക്തമായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ ബെയിൽ കൊടുക്കുന്ന കോടതി എന്ന് പറയുന്നത് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടും പ്രാഥമികമായിട്ട് ഈ രേഖകളും പരിശോധിച്ചാണ്. നേരെ മറിച്ച് ഡിവിഷൻ ബെഞ്ച്, അതായത് ദേവസ്വം ബെഞ്ച് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് വിളിച്ച്, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരിട്ട് വിളിച്ച് വിവരങ്ങൾ ഈ രേഖയിൽ രേഖപ്പെടുത്താതിരിക്കുന്നത് വിവരങ്ങൾ അവരുടെ കൈവശമുള്ള, അല്ലെങ്കിൽ അവരുടെ അറിവിലും അവരുടെ പ്രവർത്തനത്തിലും വിധേയമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളെപ്പറ്റി കൂടെ വിവരം ശേഖരിക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് തൃപ്തി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഈ ബെയില് പരിഗണിച്ച കോടതിക്ക് കിട്ടിയ വിവരത്തിനേക്കാൾ അധികരിച്ച വിവരങ്ങളും യാഥാർത്ഥ്യങ്ങളും ഈ ഡിവിഷൻ ബെഞ്ചിനുള്ളത് കൊണ്ട് ഇത് നല്ല രീതിയിൽ അന്വേഷണം പോകുന്നുവെന്ന് കോടതി അവിടെ തൃപ്തി രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം. രണ്ട് ബെഞ്ചിന് രണ്ടഭിപ്രായം പറയേണ്ട അവസ്ഥ. തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേസ് മേൽനോട്ടം വഹിക്കുന്ന 2 ജഡ്ജിമാർ എന്നുള്ളത് ശ്രദ്ധേയമാണ്. കൊണ്ടുപോയപ്പോൾ ഇല്ലാതിരുന്ന സാന്നിധ്യം, മൂലക സാന്നിധ്യം, അതായത് നിക്കൽ, അക്രിലിക്, പോളിമർ എന്നിവയുടെ സാന്നിധ്യം തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക പാളികളിലുണ്ട്. ഇനി അതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണമാണ് വേണ്ടത്. കൊണ്ടുപോയതല്ലേ തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്നുള്ള സംശയം അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. എസ്.കെ. സജീഷ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ SITയുടെ അന്വേഷണത്തിൽ ഇത് മേൽനോട്ടം നടത്തുന്ന ഹൈക്കോടതി ജഡ്ജിമാർക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ SITക്ക് ആ മേജർ ബ്രേക്ക് ത്രൂവിലേക്ക് എത്താൻ പറ്റുന്നില്ല. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ, മോഷ്ടിച്ച, അപഹരിച്ച വസ്തുക്കൾക്ക് എന്ത് സംഭവിച്ചു? ഒരൈഡിയ ഇല്ല. ഒന്നാമത്തെ കാര്യം, ജാമ്യം കിട്ടി പ്രതികൾ പുറത്തിറങ്ങാൻ പോവുകയാണ്, ഏറ്റവും കുറഞ്ഞത് അടുത്ത ആഴ്ച മുതലെങ്കിലും. രണ്ടാമത്തെ കാര്യം, നോക്കൂ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പരിശോധന നടത്തുന്നു. ഇനി 5 പേർ പുറത്തു നിൽക്കുകയാണ്. SIT കോടതിയെ അറിയിച്ചതനുസരിച്ച് ദ്വാരപാലക ശില്പ പാളികളുടെ വിഷയത്തിൽ 3 പേരും, കട്ടിളപ്പാളികളുടെ വിഷയത്തിൽ 2 പേരും റഡാറിലാണ്. അവരുടെ അറസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കണം സ്വാഭാവികമായിട്ടും. ഇങ്ങനെ അന്വേഷണം അതിൻ്റെ പാതി വഴിക്കോ അല്ലെങ്കിൽ ഒരു 35% പൂർത്തിയായോ അവിടെ നിൽക്കുകയാണെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ല ശ്രീ അഭിലാഷ്, ഒരു കാര്യം, നമുക്കൊന്നും അറിയാത്ത, നമ്മൾ ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ ഇതിൽ വ്യക്തമായി അറിയാവുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനാണ്. ആ ഡിവിഷൻ ബെഞ്ച് അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ പുറത്തു നിന്ന് നമുക്ക് ആർക്കെങ്കിലും അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായി ചോദിക്കാനോ പറയാനോ അഭിപ്രായം രേഖപ്പെടുത്താനോ കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിയമം അറിയുന്ന ആളുകൾക്കും അങ്ങനെ തന്നെ സാധ്യമാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്വേഷണം മുന്നോട്ട് പോകുന്നു. ആ അന്വേഷണം മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ സഹായങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്വേഷണ സംഘത്തിന് SITക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിലൊന്നും ആരും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നില്ല. പിന്നെ നമ്മൾ കാണേണ്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം 1949 രാജാവുമായി ഉണ്ടാക്കിയ കവനൻ്റെ ഭാഗമായി ഉണ്ടായ നിയമമാണ്. അതിലൊന്നും ഗവൺമെൻറ്റിനോ മറ്റും ഒന്നും ചെയ്യാനില്ല. അതിൻ്റെ മേൽനോട്ടം പൂർണ്ണമായും ഹൈക്കോടതിയുടെ ഭാഗമായിട്ടാണ്. ഒരു ബോർഡ് മെമ്പറെ പോലും സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. ഒരു സിംഗിൾ ബെഞ്ച് എന്തെങ്കിലും അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചാൽ മാത്രമേ ഒരു ബോർഡ് മെമ്പർക്കെതിരെ നടപടി സ്വീകരിക്കുക പോലും ഉള്ളൂ എന്ന് നമുക്കറിയാം. ഓഡിറ്റ് പൂർണ്ണമായി ഓഡിറ്റർമാരെ നിയമിക്കുന്നതും ഓഡിറ്റ് റിപ്പോർട്ട് വാങ്ങുന്നതും ഹൈക്കോടതിയാണെന്ന് നമുക്കറിയാം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ശബരിമലയിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നത്. അവിടുത്തെ ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയെല്ലാം, അതിൻ്റെ വിജിലൻസ് സംവിധാനം ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരുടെ എല്ലാം നിയമനം ഹൈക്കോടതിയുടെയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ക്രമക്കേടുകൾ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഹൈക്കോടതിക്കുണ്ട്. ആ ഹൈക്കോടതി അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അതിൽ മറ്റ് രീതിയിൽ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നത് ശരിയാവില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. പലപ്പോഴും നമ്മൾ ചർച്ചകളിൽ പല രീതിയിൽ വഴിതിരിച്ചു പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെല്ലാം അവസാനം എത്തിച്ചേരുന്ന എവിടെയായിരിക്കും നമുക്കറിയാം. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിലേക്കൊന്നും ആയിരിക്കില്ല. അത്തരം സാഹചര്യങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. EDയെക്കുറിച്ച് നമ്മൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. കാരണം ED എന്ന് പറയുന്ന ഒരു ഏജൻസി ഒട്ടും വിശ്വാസ്യതയില്ലാത്ത, അവരുടെ കൺവെൻഷൻ റേറ്റിൽ പോലും വിശ്വാസ്യതയില്ലാത്ത നിലയിൽ രാജ്യത്ത് മാറിയിട്ടുണ്ട്. അവരൊരു രാഷ്ട്രീയ ഏജൻസിയായി മാറി. ഇലക്ഷൻ കാലത്ത് ഓരോ പ്രദേശത്തേക്കും വരുന്ന ഒരു ദേശാടന കഴുകനെ പോലെ
വരുന്ന ഒരു സംവിധാനമാണ്. എന്തേ ഇങ്ങ് എത്തിയില്ല എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ദേശാടന കഴുകൻ്റെ ഒരു ചുറ്റിപ്പറക്കൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം കേരളത്തിലുണ്ടാകും. അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിരുന്നു. പിന്നീട് എങ്ങോട്ട് പോയി എന്ന് നമുക്കറിയാം. അതിനെ ഒന്നും ഗൗരവത്തിൽ കാണേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ മറ്റ് കാര്യങ്ങളെല്ലാം അന്വേഷിക്കപ്പെടണം. അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്കാണ് ചർച്ച കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൽ രാഷ്ട്രീയം എവിടെ നിന്ന് ആരംഭിക്കുന്നു? പോറ്റിയിൽ നിന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ രാഷ്ട്രീയം ആരംഭിക്കേണ്ടത്. പോറ്റിക്ക് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ തൊട്ടു മുമ്പ് വന്ന് പീഠം കാണുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷേ പീഠത്തിൽ നിൽക്കും, തൻ്റെ കയ്യിലുള്ള പീഠത്തിൽ നിൽക്കും എന്നായിരിക്കും പോറ്റി കരുതിയത്. ഇടതുപക്ഷത്തെ അവമതിക്കാം എന്നിട്ടെല്ലാം ശരിയാക്കാമെന്നാണ് കരുതിയിട്ടുണ്ടാവുക. പക്ഷേ അവിടെ ശബരിമല ഇൻ്റലിജൻസ് സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് സ്വന്തം പെങ്ങളുടെ വീട്ടിൽ നിന്ന് ആ പീഠം കിട്ടിയത് മുതലാണല്ലോ ഈ അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോക്കുണ്ടാകുന്നത്. അപ്പോൾ പോറ്റി ആർക്ക് വേണ്ടിയാണ് ബേറ്റ് ചെയ്തതെന്ന് രാഷ്ട്രീയപരമായി പരിശോധിച്ചാൽ അത് UDF വേണ്ടിയാണ് അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ആ ബാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോറ്റിയും ഈ പറഞ്ഞ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സ്വർണം കട്ടവനും വാങ്ങിയവനും അത് ഉരുക്കിയവനും എല്ലാമായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിലുൾപ്പെടെ എത്തിച്ചേരുന്നു എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. അത്തരം രാഷ്ട്രീയ ചർച്ചയാണ് നാം കൊണ്ടുവരുന്നതെങ്കിൽ ആ രാഷ്ട്രീയ ചർച്ചയിലേക്കെല്ലാം നമുക്ക് പോകാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നതെങ്കിൽ അവിടെ SITയുടെ അന്വേഷണത്തിൽ ഡിവിഷൻ ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തുന്നു. ആ തൃപ്തിയിൽ അതിർത്തി ഉണ്ടാകുന്നവർ ആരാണ് എന്നുള്ളത് പരിശോധിക്കണം. ആ അതിർത്തിക്ക് രാഷ്ട്രീയമുണ്ട്. ആ അതിർത്തി രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി തന്നെ കാണണം. അത് ആരായാലും ശരി, ആ അതിർത്തിക്ക് രാഷ്ട്രീയമുണ്ട്. ശരി, ഓക്കെ. ശിവശങ്കർ, ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വർഷമാണിത്. നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ, അത് 2021 അവിടുത്തെ സാഹചര്യം ജനുവരിയിലെയൊക്കെ ഇതുപോലെയുള്ള ചർച്ചകൾ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെ EDയുടെ CBIയുടെ അതുപോലെ തന്നെ NIAയുടെ ഒക്കെ റിപ്പോർട്ടുകൾ, കോടതി പ്രൊസീഡിങ്സ്, രേഖകൾ ഇതൊക്കെ ആയിരുന്നു. ഒരു ഇലക്ഷൻ സമയത്ത് അത് അതിൻ്റെ പീക്കിലെത്തിയതാണ്, ഇലക്ഷൻ്റെ ക്യാമ്പയിൻ ട്രെയിലിൽ. ഇപ്പോൾ അത് നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തല്ല, മറിച്ച് ശബരിമലയിലെ സ്വർണം കടത്തി എന്ന കേസാണ്. അവിടേക്കും ED വരുന്നു. ED ഇപ്പോൾ കളത്തിലിറങ്ങിയതോടെ SIT അന്വേഷിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ED രംഗത്തിറങ്ങിയതോടെ ഇനി ഇപ്പോൾ ഇവിടെ സജീഷ് പറഞ്ഞതുപോലെ ചർച്ചയാവുക രാഷ്ട്രീയമായിരിക്കുമോ? നോക്കൂ അഭിലാഷ്, ഇത് ED ഇറങ്ങിയതോടെ ഇത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് EDയുടെ അന്വേഷണം, ഇപ്പോൾ സജീഷിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ ഇതെന്തോ കഴുകനാണെന്ന് അദ്ദേഹം സംശയിക്കുന്നു. എന്തെങ്കിലുമൊക്കെ റാഞ്ചി പറക്കാൻ കഴിവുണ്ട് നിയമപരമായി എന്നും അദ്ദേഹം സംശയിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരം കള്ള അല്ലെങ്കിൽ കൊള്ള നടത്തുന്നവർക്ക് EDയെ പോലുള്ള ഏജൻസിയെ അന്വേഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ തങ്ങളുടെ ഒരു സ്ഥിരം ഡയലോഗ്, മടിയിൽ ഖനമില്ലാത്തവന് ഭയക്കണ്ട എന്നെല്ലാം പറഞ്ഞ് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അതിലപ്പുറം ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സജീഷ് എത്രയൊക്കെ പറഞ്ഞത്, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ശബരിമല എന്നും അവിടുത്തെ മുഴുവൻ അന്വേഷണങ്ങളും ഹൈക്കോടതിയാണ് നടത്തുന്നതെന്നും ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇവിടുത്തെ ഹൈക്കോടതിയാണ് ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും അയ്യപ്പ ക്ഷേത്രങ്ങളിലെയും ആളുകളെ തന്ത്രിയടക്കം നിയന്ത്രിക്കുന്നതും ഒപ്പുവയ്ക്കുന്നതും നിയമിക്കുന്നതും എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ശങ്കരദാസിനെയും കടകംപള്ളിയെയും അതുപോലെ തന്നെ പ്രശാന്തിനെയും ആളുകളെയെല്ലാം, പത്മകുമാറിനെയൊക്കെ ഇവിടെ CPM ആണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഭരണകൂടമാണോ അല്ലെങ്കിൽ ഹൈക്കോടതിയാണോ നിയന്ത്രിക്കുന്നത് വെക്കുന്നത്, ഇവരെല്ലാം ജഡ്ജിമാരാണോ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ അയക്കുമ്പോൾ ഇവരുടെ നേതാക്കൾ, ഇവരുടെ പാർട്ടി പിന്തുണയോടെ അവിടെ കയറിയിരുന്ന ആളുകളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നത് അദ്ദേഹം മറന്നുപോകുന്നു. അതുകൊണ്ടാണ് SITയുടെ അന്വേഷണത്തിൽ മറ്റു ചില സംശയം കൂടി ജനങ്ങൾ പറയുന്നത്. ഇപ്പോൾ നോക്കൂ, കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന് നമുക്കറിയാം, പക്ഷേ ആ വാർത്ത പുറത്തു വരില്ല. കടകംപള്ളിയെയും പ്രശാന്തിനെയും ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകളുണ്ട്. വിശ്വസിക്കാനാവാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റായിരിക്കാം. പക്ഷേ ചോദ്യം ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, ചെയ്തു എങ്കിൽ എന്തുകൊണ്ട് ആ വാർത്തകൾ പുറത്തു വരുന്നില്ല എന്നതും പ്രശ്നമല്ലേ. ഇപ്പോൾ ഈ കാര്യത്തിലൊക്കെ SITയുടെ കാര്യത്തിൽ SITയും ഇവിടെ ചില നിയന്ത്രണങ്ങളിൽ പെട്ടാണ്, അല്ലെങ്കിൽ ചില ബാധ്യതകളിൽ പെട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിലെ അല്ലെങ്കിൽ IPS ഓഫീസർമാർ, പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം 2 പേർ അതിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ചില സംശയങ്ങൾ
ആളുണ്ട്, അവർക്ക് മേൽ ചില നിയന്ത്രണങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചില ഭയപ്പാടുണ്ട്, അവിടെ നിന്ന് ചില ന്യൂസ് ലീക്കാവുന്നുണ്ട്. ഇതെല്ലാം കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കാം ചില കാര്യങ്ങളിൽ ഹൈക്കോടതി പലപ്പോഴും തൃപ്തി പറയുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് 90 ദിവസം കഴിഞ്ഞിട്ടും ഒരു പോറ്റിക്ക് ജാമ്യം കിട്ടുന്നത്, അല്ലെങ്കിൽ ജാമ്യം കിട്ടാനുള്ള വഴി തെളിക്കപ്പെട്ടത് എന്നതുകൂടി ജനങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത്തരം അന്വേഷണങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇത് വലിയ ഒരു തുകയുടെ, ഇപ്പം നേരത്തെ എല്ലാവരും ചർച്ചയിൽ സമ്മതിച്ചു, ഇത് ഒരു 35 കിലോ സ്വർണം മോഷ്ടിക്കുവാനല്ല ഇത്രയേറെ വലിയ പ്ലാനിങ്ങുകൾ ഉണ്ടായത്. അതിൽ വലിയ രീതിയിലുള്ള ഐതിഹ്യവും അതുപോലെ തന്നെ പുരാവസ്തുവുമായ കച്ചവടം നടന്നിട്ടുണ്ട്. അത് കോടതി തന്നെ പറയുന്നു 500 കോടിയോ അല്ലെങ്കിൽ വലിയ രൂപതയിലുള്ള വിദേശ പണമിടപാട് നടന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് PMLA കേസ് പ്രകാരം വെളുപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എവിടെയും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷിക്കണമെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ SITക്കോ നിയമപരമായി അവകാശമില്ല. അതെങ്കിലും ഇതിനെ ED കുറിച്ച് എതിർക്കുന്നവർ മനസ്സിലാക്കണം. EDയുടെ ഉദ്ദേശം ഈ പണം ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയുണ്ട്, അത് എങ്ങനെയാണ് അത് ലോണ്ടറി ചെയ്തിരിക്കുന്നത്, അത് വെളുപ്പിച്ചിരിക്കുന്നത് എന്നത് അന്വേഷിക്കാനുള്ള അവകാശം അത് ഇന്ന് ഈ രാജ്യത്ത് EDക്കാണ്, അതിൻ്റെ സ്പെഷ്യലൈസേഷൻ EDക്കാണ്, നിയമപരമായി അവകാശമുള്ളത് അവർക്കാണ്. അതിനെങ്കിലും സംസ്ഥാനത്തെ ഭരണകൂടം അല്ലെങ്കിൽ സജീഷിനെ പോലുള്ള അംഗീകരിക്കണം, EDയെ അംഗീകരിച്ചു. അതല്ലെങ്കിൽ മറ്റൊരു ഏജൻസി ഇപ്പോൾ വേണമെങ്കിൽ സംസ്ഥാനത്ത് ID കാർഡും അതുപോലെ തന്നെ കേരളയിലൊക്കെ വെക്കണ പോലെ ഇവർക്കും ഒരു അന്വേഷണ ഏജൻസി, PMLA കേസ് അന്വേഷിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഏജൻസി വേണമെങ്കിൽ വെക്കാം. EDക്കെതിരെയും ഇവർ അന്വേഷണം നടത്തിയല്ലോ. കേരളത്തിൽ വേറെ ചില പരിപാടികളൊക്കെ ചെയ്തല്ലോ. അയാളിപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇവിടെ ഉദ്ഘാടനം ചെയ്ത പുതിയ ജയിലിൽ EDയെ കുറിച്ച് പറഞ്ഞ ആൾ ഇന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്തെ ഭരണകൂടത്തിനും CPMനും ഭയക്കാനെന്തോയുണ്ട്. അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത പുതിയ ഏജൻസി വരുമ്പോൾ ഇവരുടെ ലാവളങ്ങളിലുള്ള വലിയ പണം, അല്ലെങ്കിൽ ഇവർക്ക് കൂടി നിയന്ത്രണമുള്ള ചില പണങ്ങൾ അത് കരുവന്നൂർ കേസിലെ പോലെ പുറത്തേക്ക് വരുമോ എന്ന ഭയമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഈ ഭരണകൂടത്തെയും EDയുടെ ഒരു എതിരാളിയായി, EDയെ ഒരു ശത്രുവായി കാണുന്നതിൻ്റെ ഒരു പ്രഥമമായ ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നു. ശരി, അവിടെ ശ്രീ രാജഗോപാൽ, ഇനിയിപ്പോൾ ഈ സ്വർണ്ണപ്പാളി കേസിൽ, ദ്വാരപാലക പാളി കേസിൽ 3 പേരാണ് സംശയത്തിൻ്റെ നിഴലിലുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ദ്വാരപാലക പാളികൾ കൊണ്ടുപോയി മോഷ്ടിച്ചത് 2019 പക്ഷെ അതിൻ്റെ ഒരു റെപ്പറ്റീഷൻ 2023 തുടങ്ങി 2025 സാധ്യമായി. മോഷണം നടന്നില്ലെങ്കിലും അതേ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ ദ്വാരപാലക പാളികൾ പോയി. അപ്പോൾ നമ്മൾ ഈ അവശേഷിക്കുന്ന 3 പേർ എന്നുള്ളത് ന്യായമായും കരുതേണ്ടത് ആ സമയത്ത് ദേവസ്വം ബോർഡിനെ നയിച്ച 3 ദേവസ്വം ബോർഡ് അംഗങ്ങൾ, പ്രസിഡന്റും 2 അംഗങ്ങളും എന്നാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അങ്ങനെ സംശയിക്കാൻ പറ്റുള്ളൂ. ശ്രീ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബോർഡിനെയാണ് നമുക്ക് സംശയിക്കാൻ പറ്റുന്നത്. അതിന് തൊട്ടു മുമ്പ് ബോർഡുണ്ടായ ശ്രീ അനന്തഗോപൻ, CPM നേതാവായ അനന്തഗോപൻ്റെ ഒരു ബോർഡ് കൂടെ ഉണ്ടായിരുന്നു ഇതിനകത്തിൽ. പക്ഷേ അവർ ഈ ഇതിനകത്തിലെ അന്വേഷണ പരിധിയിലേക്കൊന്നും വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ അത്തരം ബോർഡിനെ സംബന്ധിച്ചൊരു സംശയമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതിനുശേഷമാണ് പ്രശാന്തിൻ്റെ ബോർഡ് വരുന്നത്. അതിനകത്തിലെ വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നത്തെ ശബരിമലയിൽ ഉണ്ടാകുന്ന നിയമങ്ങളിൽ ഒരു അഡീഷണൽ നിയമം അവിടെ ഉണ്ടായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല സന്നിധാനത്ത് നിന്ന് എന്ത് വസ്തുക്കൾ കൊണ്ടുപോയാലും കൊണ്ടുപോകാൻ ഒക്കുകയല്ല, അഥവാ കൊണ്ടുപോവുകയാണെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിശ്ചയിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർ കൂടി അറിയണം. ദേവസ്വം മാനുവലിന് പുറമേ സ്പെഷ്യൽ കമ്മീഷണർ കൂടി അറിയണം എന്നുള്ളൊരു ഉത്തരവ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവ് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ആ ഉത്തരവ് അനുസരിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത്. നേരത്തെ ഉണ്ടായിരുന്ന കമ്മീഷണർമാരുടെ കാര്യത്തിൽ, അതാണ് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ കാര്യത്തിലൊക്കെ ചില പരാമർശങ്ങളൊക്കെ വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉത്തരവ് എന്തുകൊണ്ട് ലംഘിക്കപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ചാണ് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 23 മുതൽ 25 വരെയുള്ള ബോർഡെന്ന് പറയുന്നത് ഇതാണ്. ഇവർ ഇതിനകത്ത് 2 പരാമർശങ്ങളാണെന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് അനാവശ്യമായ തിടുക്കം കാണിക്കുന്നത്? 40 വർഷത്തെ വാറണ്ടിക്ക് വന്ന ഈ ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും അതിനകത്ത് ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് അത് എടുത്തുകൊണ്ട് പോയത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് പോയപ്പോൾ ആരെങ്കിലും അറിയിക്കേണ്ടതായിരുന്നോ? അറിയിക്കേണ്ടതല്ല. ഉത്തരവാദിത്തപ്പെട്ടവരെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ആരെയും അറിയിച്ചിട്ടില്ല. വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തന്നെയാണ് ഇത് പോയിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കുക. ആ സമയത്ത് SITയുടെ അന്വേഷണം ചെല്ലുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്കിതിനുള്ള കപ്പാസിറ്റി ഇല്ല, ഞങ്ങൾക്ക് ഒരിക്കൽ പൂച്ചിയ ഒരു പാളിയേൽ വീണ്ടും പൂശാനുള്ള അതിനുള്ള സംവിധാനങ്ങളില്ലെന്നാണ് അവർ പറഞ്ഞത്. ആദ്യം അവരുടെ അഭിഭാഷകൻ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ SIT കൃത്യമായിട്ട് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ കള്ളങ്ങളൊക്കെ ഈ പറഞ്ഞില്ലേ, ഇവർ പറഞ്ഞതിനകത്തിലെ കളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ബോധ്യമാകുന്നത്. അവിടെ നിന്നാണല്ലോ ഗോവർദ്ധൻ ഈ സ്വർണം വാങ്ങിച്ചു എന്ന് പറയുന്നത്. അവരൊരുക്കി മാറ്റിയ ആ സ്വർണ്ണപ്പാളിയിലെ സ്വർണത്തിൽ നിന്നുണ്ടായിരുന്ന ഏതാണ്ട് 900 പവൻ ഉണ്ടായിരുന്ന അതിനകത്തിൽ നിന്നാണ് ഇവർ 450 ഈ ഗോവർദ്ധൻ വാങ്ങിച്ചു എന്ന് പറയുന്നത്.
പക്ഷേ അവിടെ ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്തേക്ക് വരുന്നതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് അറിയിച്ചില്ല, രണ്ടാമത് പ്രശാന്തിൻ്റെ രണ്ടാമത്തെ റോള് വരുന്നത് ആദ്യം തിരുവാഭരണം കമ്മീഷൻ എഴുതിയിരുന്നു. തിരുവാഭരണം കമ്മീഷൻ കൃത്യമായിട്ടൊരു നോട്ട് എഴുതിയിരുന്നു, ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് ഇതിനുള്ള ശേഷിയില്ല, അവരെ കൊണ്ടിത് രണ്ടാമത് ഈ പാളി നന്നാക്കി എടുക്കാൻ പറ്റുകയില്ല എന്ന് അന്നത്തെ ദേവസ്വം കമ്മീഷൻ എഴുതിയിരുന്നു, തിരുവാഭരണം കമ്മീഷൻ എഴുതിയിരുന്നു. പക്ഷേ ആ നോട്ട് തിരുത്തിച്ചു എന്നാണ് പറയുന്നത്. അതാണ് അതിനകത്തിൽ വരുന്ന കാര്യം. അത് തിരുത്തിച്ചു 8 ദിവസത്തിന് ശേഷം. അപ്പോൾ അന്നത്തെ പ്രസിഡൻ്റായ അദ്ദേഹം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. തിരുവാഭരണം കമ്മീഷൻ അതിനകത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന നോട്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ ആവശ്യപ്രകാരം, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കേസിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അപകടം മനസ്സിലായി കാണുമായിരിക്കാം. രാജഗോപാൽ പിന്നീട് സംവിധാനങ്ങളുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്ന ഹൈക്കോടതി ഉത്തരവിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി അത് പഴയ കള്ളം മറയ്ക്കാനുള്ള ഏർപ്പാടായിരുന്നു ഈ രണ്ടാമത് കൊണ്ടുപോയത് എന്ന് കൃത്യമായി ഹൈക്കോടതി അതിന്റെ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായ അന്വേഷണം അങ്ങോട്ട് നീണ്ടല്ലേ പറ്റൂ. തീർച്ചയായിട്ടും പോകണം, തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, 2 ആരോപണങ്ങളാണ്. നിങ്ങൾക്ക് എന്തിനായിരുന്നു അനാവശ്യമായ തിടുക്കം? അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു 2019 അവിടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ കൊള്ള നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആവശ്യമില്ലാതാണ് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ തിടുക്കം കാണിച്ചതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ 5 വർഷത്തെ ഇതുകൊണ്ട് ആ പാളികൾക്ക് എങ്ങനെ വ്യത്യാസം വരും? നിങ്ങൾ എന്തുകൊണ്ടാണ് അനാവശ്യമായ തിടുക്കം കാണിച്ചത്? കൊള്ള മറയ്ക്കാനാണോ നിങ്ങളിതിന് ശ്രമിച്ചത്? ആ 2 പരാമർശങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അന്നത്തെ ബോർഡ് പ്രതിസ്ഥാനത്തേക്ക് വരും. അത് പ്രശാന്തിനെ ചോദ്യം ചെയ്തു എന്നാണ് നമ്മൾ തന്നെ വാർത്തകൾ കണ്ടത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ദേവസ്വം ബെഞ്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഈ 5 പേരിൽ ആരൊക്കെ ഉണ്ട് ഇതിനകത്തിൽ? ആരൊക്കെയോ ചോദ്യം ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയത്തില്ല, ചോദ്യം ചെയ്തവരെ നിർത്തിയിട്ടുണ്ട്. ഇതാരൊക്കെ ഇനിയിപ്പോൾ അതിൻ്റെ അറസ്റ്റിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ വലിയ താമസമില്ലാതെ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, തീർച്ചയായിട്ടും. ശ്രീ സുഭാഷ് ബാബു, ഘട്ടം ഘട്ടമായിട്ടുള്ള കൊള്ളയാണ് നടന്നത്. ഒറ്റയടിക്ക് ഒരു വർഷം, ഒരു സമയം, ഇതൊന്നുമല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി സിസ്റ്റമാറ്റിക് ആയിട്ട് കൊള്ളയടിക്കുകയായിരുന്നു എന്നുള്ളതാണല്ലോ വ്യക്തമാകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പുറകോട്ട് പോയാൽ കൊടിമരത്തിൻ്റെ വിഷയമുണ്ട്. വാജിവാഹനത്തിൻ്റെ കാര്യത്തിൽ അത് കോടതി അനുമതിയോടെ അല്ലെങ്കിൽ കോടതിയെ അറിയിച്ചിട്ടായിരുന്നു, ആചാരപരമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ആ കൊടിമരത്തിലുണ്ടായിരുന്ന അഷ്ടദിക്പാലകരെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം SIT കോടതിയിൽ പറയുന്നത് ആ ആംഗിൾ കൂടുതൽ അന്വേഷിക്കാനുണ്ടെന്നാണ്. രേഖ അനുസരിച്ച് സ്ട്രോങ് റൂമിൽ ഉള്ളതാണ് ഈ അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ. പക്ഷേ അതിൽ കൂടുതൽ അന്വേഷണം നടത്താനുണ്ട് എന്ന് SIT കോടതിയിൽ പറയുമ്പോൾ ആ കാലത്തും 2017 ഇതൊക്കെ തന്നെയാണ് നടന്നതെന്ന് നമ്മൾ കരുതേണ്ടി വരുമോ? തീർച്ചയായിട്ടും അവിടെ വളരെ വർഷങ്ങളായിട്ട് അവിടെ മോഷണം നടക്കുന്നുള്ളത് അവിടെ ശബരിമല സന്നിധാനത്തിൽ പോയിരുന്ന എല്ലാവർക്കും വ്യക്തമായിരുന്നു. അവിടെ ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അവിടുത്തെ ദേവസ്വം ജീവനക്കാർക്കും അതുപോലെ തന്നെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ വ്യവസായികളും വ്യാപാരികളും പിന്നെ ക്ഷേത്രത്തിൻ്റെ പൂജാരികളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊരു പുതുമയല്ല. പക്ഷേ അത് അവിടെ അംഗീകരിക്കപ്പെട്ട ഒരു കൊള്ളയായിട്ട് അവിടെ ഇങ്ങനെ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. അത് അന്വേഷിക്കേണ്ടത് അനിവാര്യവുമാണ്. അപ്പോൾ 2017 ഇത് നടന്നു എന്ന് പറയുമ്പോഴും അതിനകത്തും എന്തെങ്കിലുമൊക്കെ അനധികൃതമായ ഏർപ്പാടുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ എന്നാലും അവിടെ ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ശരിക്കും ഒരു കോർട്ട് ഓഫീസറാണ്. കോർട്ട് ഓഫീസറെ റിപ്പോർട്ട് കൊടുത്ത് കോർട്ട് ഓഫീസറെ വിശ്വസിച്ച് തന്നെ കോടതി അതേമാതിരി അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല, അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തു, മുഴുവനായിട്ട് സൂപ്പർവൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കൊടുത്താലും ഇനിയും വിശദമായി അന്വേഷിക്കുന്ന ദിവസം അതിനകത്ത് പഴുതുകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധക്കുറവ് കാരണം മറ്റാളുകളെങ്കിലും ബോധപൂർവ്വം അദ്ദേഹത്തെ വഞ്ചിച്ചു എന്നുള്ള രീതി വരികയാണെങ്കിൽ അതും അന്വേഷണ പരിധിയിൽ വന്ന് അത് അദ്ദേഹത്തിന് പേരിലേക്ക് ചാർജ് പോകില്ലെങ്കിൽ പോലും മറ്റാളുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായ അന്വേഷണം SITയെ സംബന്ധിച്ചുള്ളത് അവർക്ക് വലിയൊരു പ്രതിസന്ധിയാണിത്. നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ 35% അന്വേഷണമെന്ന് താങ്കൾ നിരീക്ഷിച്ചത് ശരിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 50% എന്ന് പറയുന്നത് റിക്കവറിയാണ്. ഇത് റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോയ സാധനം തനിതായിട്ട് എന്തായാലും ശരി ഉണ്ട് എന്ന് ഇപ്പോൾ VSSC റിപ്പോർട്ടോടുകൂടി നമുക്ക് ബോധ്യമായി. അപ്പോൾ ആ തനതായ വസ്തുക്കൾ എന്തിനു മാറ്റി, എവിടെ പോയി, അത് ഒരുക്കാൻ പറ്റുകയാണെങ്കിൽ നേരത്തെ ഒരുക്കണം, ഇല്ല, അപ്പോൾ അത് ഒരുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന വളരെ ശ്രമകരമായ ബുദ്ധിമുട്ടിയ ഒരു അന്വേഷണത്തിൻ്റെ വഴി മുട്ടി നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു ചാർജ് കൊടുക്കാം, അത് കഴിഞ്ഞതിന് ശേഷം തുടരന്വേഷണം നടത്താം, നമ്മുടെ നിയമം അതിന് അനുവദിക്കും. തുടരന്വേഷണത്തെ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാം.
പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. കാരണം അത് അതേ രീതി തന്നെ, അതായത് അവിടെ നിന്ന് എടുക്കപ്പെട്ട അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ ഈ VSSC റിപ്പോർട്ടിൽ നിന്ന് ഏകദേശം നമുക്കിത് ലഭ്യമായ വിവരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ ഇതുവരെ അതിനെപ്പറ്റി ഒരു വിവരം ശേഖരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ആ ഹൈക്കോടതിയുടെ ഏറ്റവും അവസാനത്തെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഏറ്റവും അവസാനത്തെ ഉത്തരവിൽ അതിനൊരു പരാമർശമുണ്ട്. അതിൽ പറയുന്നത് എന്താ പറയുക, അത് കാണുന്നതിന് നിങ്ങൾക്ക് വളരെ ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നിങ്ങൾ നിർഭയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ടുപിടിച്ചില്ല എന്നുള്ളത് ഒരു ന്യൂനതയാണ്. അത് എന്തായാലും ശരി, SIT സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയേണ്ട ഒരു സാഹചര്യമാണ്. പിന്നെ ഇനിയിപ്പം ബാക്കിയുള്ളതിനെ പറ്റിയൊന്നും ഞാൻ വിശേഷണ്ടല്ല. ഈ തന്ത്രിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു നിയമ തടസ്സം ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്നത് നമ്മുടെ നിയമം എന്താണെന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അതായത് ഭരണഘടന ഞാൻ കഴിഞ്ഞ 2 ചാനലിൽ പറഞ്ഞിട്ടുണ്ടായി. അതായത് ഭരണഘടനയുടെ 13(3)A എന്ന് പറയുന്ന വകുപ്പ് പറയുന്നത് എന്താണ് നിയമം എന്ന് പറയുന്നുണ്ട്. ഭരണഘടന വിവക്ഷിക്കുന്ന നിയമം എന്താണ് രാജ്യത്ത് എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അതിന് പറഞ്ഞ പാർലമെൻറ്റ് അസംബ്ലി പാസ്സാക്കിയ നിയമങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഓർഡിനൻസ്, നോട്ടിഫിക്കേഷൻസ്, ചില ഓർഡറുകൾ, അത് ഗവൺമെൻറ് ഓർഡറുകളാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ കസ്റ്റം ആൻഡ് യൂസേജ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ കസ്റ്റം എന്ന് പറയുന്നത് നിയമമാണെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മടക്കേണ്ട ഇതുവരെ കണ്ടുവരുന്ന ആചാരം എന്താണ്, ആചാരക്രമം എന്താണ്, സമ്പ്രദായങ്ങൾ എന്താണ്, ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നതിനും നിയമത്തിൻ്റെ തുല്യമായ സാധുതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൽ എന്തായാലും ശരി ആ ഒരു നിയമപ്രശ്നം പരിഹരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ 2012 പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് എന്ന് പറയുമ്പോൾ അതിന് ശിക്ഷാവിധിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ഓർഡർ ദേവസ്വം ബോർഡിന് ഇറക്കാൻ പറ്റില്ല. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ എന്നുള്ള രീതി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും അവിടുത്തെ ജീവനക്കാർക്കും ബാധകമാണ്. പക്ഷെ അത് നിയമപരമായിട്ട് നിലവാത്ത അവസരത്തിൽ അത് ഒരു ചാർജിന്, അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതൊരു ചാർജിലേക്ക് പോകാനുള്ള മതിയായ ബലം അതിനുണ്ടോ എന്നുള്ള സംശയമുള്ള ചില കാര്യങ്ങൾ അതിനകത്തിലുണ്ട്. അതെന്തായാലും ശരി, നമ്മളിപ്പോൾ നോക്കേണ്ടല്ല, കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കോടതിയെ ബോധ്യപ്പെടുത്തുക, കോടതി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്തായാലും തന്ത്രിക്ക് അനാവശ്യമായിട്ട് ഈ മുതലൊക്കെ കൊടുക്കുന്ന പഴയ സംവിധാനം ഏതായാലും ശരി അതൊക്കെ മാറ്റപ്പെടണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തായാലും നടന്നത് ചിലപ്പോൾ നിയമപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാം. അവിടെ ശ്രീ സുഭാഷ് ബാബു, ഇനിയിപ്പോൾ അന്വേഷണ സംഘം ചെയ്യുക എന്തായിരിക്കും? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് കഴിഞ്ഞിട്ട് 90 ദിവസമാവുന്നു. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ രണ്ടാമത്തെ അറസ്റ്റിനും ഈ പറഞ്ഞ കാലപരിധിയാകും. സ്വാഭാവിക ജാമ്യത്തിലേക്ക് പോകും. ഒരാൾ ജാമ്യം കിട്ടിയാൽ ബാക്കി എല്ലാവരും പുറത്തിറങ്ങുമല്ലോ. സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്കും ജാമ്യം കിട്ടുന്ന സാഹചര്യം ഒരുക്കും. അപ്പോൾ SITയെ സംബന്ധിച്ച് ഈ പ്രതികളെല്ലാം ജാമ്യം കിട്ടി പുറത്തു വരുന്ന സാഹചര്യം അവർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ റിക്കവറി നടത്തുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം കൊടുക്കുക എന്ന നിലയിലേക്ക് പോകുമോ? അങ്ങനെ പോസിബിൾ ആണോ? അല്ല, അതിപ്പോൾ എന്തായാലും ശരി, ഇപ്പോൾ 9-ാം തീയതിക്ക് മുമ്പ് ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട ഒരു അനിവാര്യതയുണ്ട്. അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് രണ്ടാമത് ഇത് പിന്നെ സമയം നീട്ടി നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടേണ്ടി വരും. അപ്പോൾ എന്തായാലും ശരി, ഈ ലഭ്യമായ സാഹചര്യത്തിൽ വെച്ചിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ 406 എന്ന് പറയുന്ന വകുപ്പ് പ്രകാരമുള്ള കുറ്റം ഏതാണ്ട് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ 120B ഒരു പരിധി വരെ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങളും 409 എന്ന് പറയുന്ന വകുപ്പുകളും, അതായത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഈ 3 കാര്യങ്ങളിലും ഭാഗികമായ തെളിവ് അവർക്ക് അതായത് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്വീകരിച്ച തെളിവനുസരിച്ചിട്ട് അത്രയും ഭാഗം മാത്രമായിട്ടൊരു ചാർജ് ഷീറ്റ് കൊടുക്കുക. റിക്കവറിയെ സംബന്ധിച്ചിടത്തോളം റിക്കവറി വേണമെങ്കിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന 485 ഗ്രാം ഇതിൻ്റെ ഭാഗമാണെന്നും പിന്നെ ഒരു 100 ഗ്രാമിനെ എടുക്കാനുണ്ടെന്ന് പറയുന്നു. അതുകൂടെ എടുത്തതിന് ശേഷം ഇതാണ് എന്ന് പറഞ്ഞ് കോടതി കൊടുക്കാം. പക്ഷേ അതാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെടാൻ സാഹചര്യം കുറവാണ്. എന്തായാലും പോലീസിനൊരു താൽക്കാലികമായിട്ടൊരു കുറ്റപത്രം കൊടുക്കുന്നതിനുള്ള സാഹചര്യം അവിടെയുണ്ട്. അത് കൊടുത്തതിന് ശേഷം തുടർന്ന് ഞങ്ങൾ ഇന്ന വിവരങ്ങളുണ്ട്, അത് ഗൗരവമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, ഉടനെ ഞങ്ങൾ തൊണ്ടി മുതൽ മൊത്തമായിട്ട് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ റിപ്പോർട്ടോട് കൂടിയിട്ട് അത് കോടതി മുഖവിലക്കെടുത്ത്, അതായത് ഡിവിഷൻ ബെഞ്ച് മുഖവിലക്കെടുത്ത് ഇവർക്ക് തുടർന്ന് അന്വേഷിക്കാം. ഇല്ലെങ്കിൽ അന്വേഷണം വേറെ ഏജൻസി, അതായത് CBI പോലുള്ള ഒരു ഏജൻസിക്ക് പോകാനുള്ള സാധ്യതയാണ് ഞാൻ അവിടെ കാണുന്നത്. ശ്രീ SK സജീഷ്, CBI വരേണ്ടി വരുമോ? CBI എന്ന ആവശ്യം നേരത്തെ തന്നെ BJP ഉന്നയിക്കുന്നതാണ്. ED വന്നു, ED അന്വേഷിക്കുന്നത് PMLA ചാർജസ് ആണ്. അതിനപ്പുറത്ത് അന്വേഷണം ഉടക്കി തട്ടി മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വേറൊരു ഏജൻസി വരേണ്ടി വരില്ലേ? ഇപ്പോൾ ആസ് ഓഫ് നോ അന്വേഷണ ഏജൻസി നല്ല നിലയിൽ പോകുന്നു എന്ന് തന്നെയാണ് കോടതിയുടെ അഭിപ്രായം. ഇന്നലെ പറഞ്ഞത് തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ കൃത്യമായി ഈ കേസിൽ റിക്കവറി നടത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിയുന്നില്ല എങ്കിൽ ചിലപ്പോൾ അടുത്ത ഏജൻസി വരില്ലേ?
ശ്രീ അഭിലാഷ്, ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഈ സങ്കല്പങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയാൻ വേണ്ടി കഴിയുക? ഇത് സങ്കല്പത്തിലുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മുന്നിൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നതെങ്കിൽ ഈ കേസ് അന്വേഷണത്തെ നിരീക്ഷിക്കുന്ന കേരളത്തിലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ആ ഡിവിഷൻ ബെഞ്ച് അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇവർ അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയുമോ? അവർ മാറേണ്ടി വരുമോ? വേറെ ഏജൻസി വരേണ്ടി വരുമോ? ഇത് അന്വേഷണം വേറെ നിനക്കാണോ പോകുന്നത്? മറ്റാളുകളിലേക്കാണോ? കുറേ ആളുകളുടെ പേര് ഇവിടെ ചർച്ച ചെയ്യുക, അവരിലേക്കാണോ? ഇങ്ങനെ നമ്മൾ എന്തിനാണ് ഒരു അന്വേഷണത്തിനകത്ത് നമ്മുടെ മുന്നിൽ തെളിയുന്ന സത്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് പകരം ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കാര്യങ്ങളെ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നമ്മൾ പരവതാനി വിരിച്ചു കൊടുക്കുന്നതെന്ന് നമ്മൾ സ്വയം ആലോചിക്കേണ്ടതാണ്. ഇവിടെ വിചാരണ നടക്കേണ്ടത് കോടതിയിലല്ലേ? നമ്മൾ മാധ്യമമുറികളിൽ നടത്തുന്ന വിചാരണകളെല്ലാം യഥാർത്ഥത്തിൽ പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ട സമയം ഇനിയെങ്കിലും കേരളത്തിലായിട്ടുണ്ട് എന്ന് ഞാൻ തീർച്ചയായും പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അന്വേഷണത്തെ റൂട്ട് ചെയ്യാനുള്ള ഏതെങ്കിലും രീതിയിൽ ബാധ്യതയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അതിനുള്ള അവകാശമോ നമുക്കാർക്കെങ്കിലും ഉണ്ടോ? അന്വേഷണത്തെ റൂട്ട് ചെയ്യുകയാണ് നമ്മൾ ഇന്നയാളുകൾ എന്ന് സംശയിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും, ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ ആരെങ്കിലും ഒരാൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഈ അന്വേഷണ സംഘം SIT കൊടുത്ത കൃത്യമായ റിപ്പോർട്ടും അതിൻ്റെ ഉള്ളടക്കവും അറിയാവുന്നവരായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതറിയാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരത് ചെയ്യുക തന്നെ ചെയ്യും. ചെയ്തില്ല എങ്കിൽ നിരീക്ഷിക്കാൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുണ്ട്. എന്തേ അതിനെ നമുക്കാർക്കും വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി പറ്റില്ലേ? അവിടെ അതാണ് നാം കാണേണ്ടത്. മറ്റൊരു വശത്ത് പ്രശ്നം എവിടെയാണ്? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ED എന്ന് പറയുന്ന ഒരു ഏജൻസി, ആ ഏജൻസിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ശ്രീ ശിവശങ്കർ പ്രയാസപ്പെട്ടുകൊണ്ട് കാര്യമില്ല. രാജ്യത്ത് ED എന്ന സംവിധാനം ഒരു സുതാര്യമായ സംവിധാനമല്ല എന്ന് തെളിയിച്ചവരാണ് നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടെ കേരളത്തിലേക്ക് വന്ന് ആ കൊടകര കുഴൽപ്പണ കേസിൽ പണമടക്കം പിടിച്ചല്ലോ. പണം ഉൾപ്പെടെ, കണ്ടുകെട്ടിയ പണം ഉൾപ്പെടെ വെച്ച് ഇനി ഇത് പണം കൈമാറ്റത്തിൻ്റെ കേസാണ്, ഞങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ഉള്ള വിഷയമായതുകൊണ്ട് ഏൽപ്പിച്ചല്ലോ. എന്താ ED ഉറങ്ങുകയാണോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേരെ, കെ സുരേന്ദ്രൻ്റെ നേരെ വരുന്ന കേസ്, ആ കേസിൽ കണ്ടുകെട്ടിയ പണമുണ്ടായിട്ടും മുട്ടടിക്കുന്ന EDയെ പിന്നെ ഞങ്ങൾ സെല്യൂട്ട് അടിക്കണോ? അങ്ങനെ സെല്യൂട്ട് അടിക്കാൻ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും BJP അല്ലാത്ത സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുമോ? നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഏജൻസിയായ ഒരു ഏജൻസിയെ മാറ്റരുത്. അങ്ങനെ മാറ്റിയാൽ അത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് അപകടമാണ്. നിങ്ങളുടെ കൂടെ വന്ന ആളുകളുടെ എത്ര കേസ് ED അന്വേഷിച്ചിട്ടുണ്ട്? നിങ്ങൾ ബംഗാളിലെ കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ ED അന്വേഷിച്ച കേസിലുള്ള ആളുകളെല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവസാനം അവർ BJPയിലെത്തിയപ്പോൾ കേസുണ്ടായിരുന്നോ? ഇതില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു സംവിധാനത്തെ, നമ്മുടെ ഭരണഘടനാപരമായി നിലനിൽക്കേണ്ട ഒരു സംവിധാനത്തെ ഇത്രമേൽ അധപ്പതിപ്പിച്ചിട്ട് അതിന് വിശ്വാസമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ അതിന് പറഞ്ഞോളൂ. പക്ഷെ ആളുകൾ വിശ്വസിക്കണമെന്ന് മാത്രം പറയരുത് എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഇവിടെ ഏത് ഏജൻസി വന്നാലും ഏത് അന്വേഷണം നടത്തിയാലും ഇനി ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ED ആണോ CBI ആണോ അല്ല ഇന്റർപോൾ ആണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല. അതിന് ചുമതലപ്പെട്ട ഡിവിഷൻ ബെഞ്ചുണ്ട്, കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുണ്ട്. അതിനെ എന്താണ് നാം ആരും വിലക്കെടുക്കാത്തത്? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് ED എന്ന് പറയുന്ന ഈ ദേശാടന കഴുകൻ പല സംസ്ഥാനങ്ങളിലും കേരളത്തിലും വന്നിട്ടുണ്ട്. പക്ഷെ ആ കഴുകന് ഒരു തുണ്ട് മാംസമോ ഒരിറ്റ് രക്തമോ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെത് കൊത്തിപ്പറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആ കഴുകന് കഴിയുകയുമില്ല. കാരണം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ആരെയും ഏതെങ്കിലും രീതിയിൽ തകർത്ത് കളയാം എന്നൊരു വ്യാമോഹവും വേണ്ട. ശരി, ശ്രീ ശിവശങ്കർ, ഇപ്പോ ED സെർച്ച് നടത്തിയിരിക്കുന്നത്, പരിശോധന നടത്തിയിരിക്കുന്നത് അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെ പ്രിമൈസസിലാണ്, അവരുടെ ഓഫീസുകളിലും വീടുകളിലും ഒക്കെയാണ്. ഈ കേസിൽ SITയുടെ കേസിൽ അറസ്റ്റായിരിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ റെയ്ഡ് ചെയ്തിരിക്കുന്നത്. SIT അറസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. ED ഇനി അതിന് മുകളിലേക്ക്, അതായത് SITയുടെ കേസിൽ ഇല്ലാത്ത ആളുകളിലേക്ക് പോവോ? അഭിലാഷ്, വേണ്ടി വന്നാൽ പോകണ്ടേ?
അല്ലാതെ അത് ഇവിടെ സജീഷ് പറയുന്നത് പോലെ ചില സങ്കല്പത്തിലെ അന്വേഷണത്തെ മാത്രം സ്വാഗതം ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇ ഡിയുടെ അന്വേഷണത്തിൽ എത്തരം പണം, ഈ പണം ഇപ്പോൾ SITയുടെ അന്വേഷണത്തിൽ വരാത്ത ആളുകളുടെ അക്കൗണ്ടിലേക്ക് പോകുകയോ അവരത് ലോണ്ടറി ചെയ്യുകയോ അത് വെളുപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അത് വസ്തുവകകളായി മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് പോകണം. അതിനാണ് ഇ ഡിയെ സംസ്ഥാനത്തെയും കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ജനങ്ങളും വിശ്വസിച്ച് ഇത്തരത്തിലുള്ളൊരു ഏജൻസി ഏൽപ്പിച്ചിട്ടുള്ളത്. രണ്ട്, ഇത് വെറും സ്വർണ്ണപ്പാളി വിഷയം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളി അടക്കം അവിടെ അരവണയിലും ആടിയ നെയ്യ് അത് സംസ്ഥാനത്തെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പടിപൂജ, ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും അഴിമതി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിയമപരമല്ലാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് നമുക്കും അറിയാം, ഹൈക്കോടതിക്കും അറിയാം, സാധാരണ ജനങ്ങൾക്കും അറിയാം. ഇതിലൊന്നും CPM യാതൊരു ബന്ധവുമില്ല. ഈ കഴിഞ്ഞ കുറേ നാൾ CPM മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ 20 വർഷമായിട്ട് ഭരിക്കുന്ന കോൺഗ്രസിലെയും ആളുകൾക്ക് ഒന്നും ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് സമയമില്ല എന്നറിയാം, പക്ഷേ ഒരു കാര്യത്തിനോട് എനിക്ക് ഉത്തരം പറയണം. ദയവായി സജീഷ് ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായി അല്ലാത്ത ഒരു കാര്യം, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ കൊടകര കുഴൽപ്പണ കേസിൽ അത് IT-ക്കാണ് കൊടുത്തത്. അദ്ദേഹം ആ കേസ് ഒന്ന് പഠിക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് കൊടുത്തത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കൃത്യമായി പണം അടച്ചിട്ടുണ്ട്, നികുതി അടച്ചിട്ടുണ്ട്. അതായത് ED-ക്കല്ല പോയത്. അതിൽ മണി ലോണ്ടറിംഗ് എന്നുള്ള കേസേ ഉണ്ടായിരുന്നില്ല. ദയവായി താങ്കൾ കൊടകര സ്റ്റേഷനിൽ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ഉണ്ടെങ്കിൽ അതുമായിട്ട് വരണം. അതാണ് പ്രശ്നം നടന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അതിന് ടാക്സ് അടച്ചിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് എന്റെ സജീഷ് അതിന് ടാക്സ് അടച്ചിട്ട് അല്ലെങ്കിൽ കേസ് കൊടുക്ക്. നിങ്ങൾ ഞാൻ സജീഷ് തീരട്ടെ, നിങ്ങൾ ED-ക്ക് കൊടുത്തപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റാണ് പണം അടച്ചത്. ശരി ശരി, എന്തായാലും നമുക്ക് അതിന് ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് മോഡിയുടെ കോമാളിയാണ്. കേസിന് പോകൂ, അല്ലെങ്കിൽ സജീഷ് ഇവിടെ നമ്മുടെ വേറൊരു വിഷയമാണ് അത്. സമയം അതിക്രമിച്ചു. കൊടകര കുഴൽപ്പണ കേസ് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാം ഏതെങ്കിലും ഒരു സമയത്ത്. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.